നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ഓഗസ്റ്റ് മാസം 13 വ്യാഴാഴ്ച. ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ അതോടൊപ്പം തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ഡ്രൈവിംഗ് ലൈസൻസുകളുടെ കാലാവധിയിൽ വന്ന പ്രധാന മാറ്റങ്ങളെക്കുറിച്ച് മോട്ടോർ വാഹന വകുപ്പ് പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. 2019 മോട്ടോർ വാഹന നിയമ ഭേദഗതിക്ക് ശേഷമാണ് ലൈസൻസ് കാലാവധി നിശ്ചയിക്കുന്ന രീതിയിൽ മാറ്റങ്ങൾ വന്നത്. മുൻപ് സാധാരണ നോൺ ട്രാൻസ്പോർട്ട് ലൈസൻസുകൾക്ക് 20 വർഷം അല്ലെങ്കിൽ വ്യക്തിക്ക് 50 വയസ്സ് തികയുന്നത് വരെ കാലാവധി ഉണ്ടായിരുന്നെങ്കിൽ പുതിയ നിയമപ്രകാരം അപേക്ഷകൻ്റെ പ്രായമനുസരിച്ചാണ് കാലാവധി തീരുമാനിക്കുന്നത്. ഇതനുസരിച്ച് 30 വയസ്സിൽ താഴെയുള്ളവർ ലൈസൻസ് എടുത്താൽ അവർക്ക് 40 വയസ്സ് തികയുന്നത് വരെ കാലാവധി ലഭിക്കും. അതായത് 18-ാം വയസ്സിൽ ലൈസൻസ് നേടുന്നയാൾ പിന്നീട് 40-ാം വയസ്സിലാണ് അത് പുതുക്കേണ്ടത്. എന്നാൽ 30 മുതൽ 50 വയസ്സ് വരെയുള്ള പ്രായത്തിലാണ് ലൈസൻസ് എടുക്കുന്നതെങ്കിൽ 10 വർഷത്തെ കാലാവധിയാണ് ലഭിക്കുക. ഇനി 50 മുതൽ 55 വയസ്സ് വരെയുള്ള സമയത്താണ് ലൈസൻസ് എടുക്കുന്നതെങ്കിൽ ആ വ്യക്തിക്ക് 60 വയസ്സ് തികയുന്നത് വരെ മാത്രമായിരിക്കും കാലാവധി. 55 വയസ്സിന് മുകളിലുള്ളവർ ഓരോ 5 വർഷം കൂടുമ്പോഴും ലൈസൻസ് പുതുക്കേണ്ടതുണ്ട്. ഇതോടൊപ്പം തന്നെ മീഡിയം, ഹെവി തുടങ്ങിയ വലിയ വാഹനങ്ങളുടെ, അതായത് ട്രാൻസ്പോർട്ട് വെഹിക്കിൾസിൻ്റെയൊക്കെ ലൈസൻസ് കാലാവധി മുൻപത്തെ 3 വർഷത്തിൽ നിന്നും 5 വർഷമായിട്ട് ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്തെ വിവിധ രോഗങ്ങൾ മൂലമുള്ള സാമ്പത്തിക പ്രയാസങ്ങളും വെല്ലുവിളികളും നേരിടുന്നവർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് CMDRF ധനസഹായത്തിനായി അപേക്ഷിക്കാനുള്ള അവസരമാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ മാസങ്ങൾ വരെ ലഭിച്ച അപേക്ഷകളെല്ലാം തന്നെ ഇതിനോടകം തന്നെ സംസ്ഥാന സർക്കാർ നടപടികൾ പൂർത്തിയാക്കുകയും അർഹരായവരുടെയൊക്കെ തന്നെ ബാങ്ക് അക്കൗണ്ടുകൾ വഴി ആനുകൂല്യ തുക അത് നേരിട്ട് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അക്ഷയ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെൻ്ററുകൾ, മറ്റ് ജനസേവന കേന്ദ്രങ്ങൾ എന്നിവ വഴിയൊക്കെ തന്നെ പൊതുജനങ്ങൾക്ക് ഈ ധനസഹായത്തിനായിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. ഇതിനായിട്ട് വരുമാന സർട്ടിഫിക്കറ്റ്, അതോടൊപ്പം തന്നെ റേഷൻ കാർഡ്, മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ചികിത്സാ രേഖകൾ, ബാങ്ക് പാസ്ബുക്ക് വിശദാംശങ്ങൾ എന്നിവയ്ക്കൊപ്പം തന്നെ അപേക്ഷകൻ്റെ നിലവിലത്തെ ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പറും ഇമെയിൽ ID-യും നിർബന്ധമായിട്ട് നൽകേണ്ടതുണ്ട്. അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ അപ്ഡേഷനുകൾ അറിയുന്നതിനും അതോടൊപ്പം തന്നെ അപേക്ഷയുടെ നിലവിലത്തെ സ്റ്റാറ്റസ് ട്രാക്ക് ചെയ്യുന്നതിനുമായിട്ട് ഒരു ടോക്കൺ നമ്പർ ലഭിക്കുന്നതാണ്. നമ്മൾ നൽകുന്ന വിവരങ്ങളിൽ ഫീൽഡ് തലത്തിലുള്ള പരിശോധനയും ഭൗതിക പരിശോധനകളുമൊക്കെ തന്നെ കൃത്യമായിട്ട് നടക്കുന്നതാണ്. തുടർന്ന് ഇതിൽ അർഹരാണെന്ന് കണ്ടെത്തുന്ന വ്യക്തികളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സർക്കാർ ധനസഹായ തുക നേരിട്ട് കൈമാറുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, നമ്മുടെ പഞ്ചായത്തുകളിൽ 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള വിവിധ വികസനക്ഷേമ പദ്ധതികളിലേക്കുള്ള ഗുണഭോക്താക്കളുടെ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രവർത്തനം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ഓരോ വാർഡിലും ഗ്രാമസഭകൾ വിളിച്ചു ചേർത്ത് അർഹരായവരെയൊക്കെ തന്നെ കണ്ടെത്തുന്ന പ്രക്രിയയാണ് ഇപ്പോൾ നടക്കുന്നത്. പദ്ധതികളുടെ ആനുകൂല്യം ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർ വാർഡ് മെമ്പർ വഴിയോ അല്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസിൽ നിന്നോ അപേക്ഷാ ഫോമുകളൊക്കെ തന്നെ വാങ്ങി കൃത്യമായിട്ട് അത് പൂരിപ്പിച്ച് കാർഡിൻ്റെ പകർപ്പോ നിർബന്ധമായും ഒപ്പുവെക്കേണ്ടതുണ്ട്. വയോജനങ്ങൾ, ഭിന്നശേഷിക്കാർ, വീട്ടമ്മമാർ എന്നിവർക്ക് പ്രത്യേക പരിഗണന നൽകുന്നതിനൊപ്പം തന്നെ വീട് നന്നാക്കാനുള്ള ധനസഹായം, ഭിന്നശേഷിക്കാർക്കുള്ള 3 ചക്ര സ്കൂട്ടറുകളും സഹായ ഉപകരണങ്ങളും, വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പുകൾ തുടങ്ങി നിരവധി ആനുകൂല്യങ്ങളാണ് ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്നത്. അതിനാൽ തന്നെ അർഹരായിട്ടുള്ള എല്ലാവരും തന്നെ വരും ദിവസങ്ങളിൽ തന്നെ ഗ്രാമസഭകളിൽ നിർബന്ധമായിട്ട് പങ്കെടുത്തുകൊണ്ട് ആവശ്യമായ രേഖകൾ സഹിതം അപേക്ഷ നൽകി പദ്ധതികളുടെയൊക്കെ തന്നെ ആനുകൂല്യങ്ങൾ ഉറപ്പാക്കേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, നമ്മുടെ സംസ്ഥാനത്ത് കർഷകർക്കായിട്ട് അവരുടെ കൃഷിഭൂമിയെയും വിളകളെയും അടിസ്ഥാനമാക്കി നടപ്പിലാക്കി വരുന്ന പ്രധാനപ്പെട്ട ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് അഥവാ KCC എന്ന് പറയുന്നത്. സർക്കാർ നൽകുന്ന പ്രത്യേക പലിശ സബ്സിഡി ഉള്ളതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ നിരക്കിൽ കർഷകർക്ക് ഇതിലൂടെ തുക ലഭ്യമാകുന്നുണ്ട്. ഈ പദ്ധതി പ്രകാരം ഭൂമി ഈടായിട്ട് നൽകാതെ തന്നെ പരമാവധി 1.5 ലക്ഷത്തിലധികം രൂപ വരെ വായ്പയായിട്ട് ലഭിക്കുമ്പോൾ ആവശ്യത്തിന് ഈടോ ജാമ്യമോ ഒക്കെ തന്നെ രേഖകളൊക്കെ തന്നെ നൽകുകയാണെങ്കിൽ അതിൽ കൂടുതൽ തുക വായ്പയായിട്ട് നേടിയെടുക്കാനും സാധിക്കുന്നതാണ്. ഇതൊരു ഹ്രസ്വകാല വായ്പ പദ്ധതി ആയതിനാൽ തന്നെ എല്ലാ വർഷവും ബാങ്ക് മുഖേന അക്കൗണ്ട് പുതുക്കേണ്ടതുണ്ട്. കൂടാതെ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് കർഷകർക്ക് നൽകുന്ന പ്രത്യേക ATM കാർഡ് ഉപയോഗിച്ച് ഒരു ക്രെഡിറ്റ് കാർഡ് പോലെ പ്രവർത്തിക്കുന്നതിനാൽ തന്നെ കൈവശം പണം വരുമ്പോൾ അത് തിരികെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കാനും അങ്ങനെ പിൻവലിക്കുന്ന തുക മാത്രം പലിശ കണക്കാക്കുന്ന രീതി പ്രയോജനപ്പെടുത്താനും സാധിക്കുന്നു. ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള കർഷകർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ തുടങ്ങിയ പ്രമുഖ ദേശീയവൽക്കരിക്കപ്പെട്ട ബാങ്കുകളെയോ മറ്റ് സഹകരണ ബാങ്കുകളെയൊക്കെ തന്നെ നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്.
അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ്. നമ്മുടെ സംസ്ഥാനത്ത് റേഷൻ വിതരണ നിലവിൽ ഇപ്പോൾ യാതൊരു തടസ്സങ്ങളുമില്ലാതെ തികച്ചും സാധാരണ നിലയിലാണ് മുന്നോട്ട് പോകുന്നത്. സാധാരണയായിട്ട് നൽകി വരുന്ന റേഷൻ സാധനങ്ങൾ കൃത്യമായിട്ട് വിതരണം ചെയ്യുന്നതിനൊപ്പം തന്നെ സ്പെഷ്യൽ അരി ഉൾപ്പെടെയുള്ള അധിക ആനുകൂല്യങ്ങളും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ സംസ്ഥാനത്തിന് ലഭിക്കേണ്ട കേന്ദ്ര ടൈഡ് ഓവർ വിഹിതത്തിൽ നിന്ന് ഈ വർഷം വലിയ കുറവാണ് ലഭിച്ചിരിക്കുന്നത്. മുൻപ് 33,000 മെട്രിക് ടൺ ആനുകൂല്യം ലഭിച്ചിരുന്ന സ്ഥാനത്ത് ഇത്തവണ 27,000 മെട്രിക് ടൺ മാത്രമാണ് ലഭിച്ചത്. അരിയുടെ വിധത്തിൽ ഇത്തരം ഇടിവുണ്ടാവുകയും ലഭ്യമായിട്ടുള്ള ഗോതമ്പ് ആവശ്യത്തിന് തികയാതെ വരികയും ചെയ്തതോടെ കിലോയ്ക്ക് 23 രൂപ നിരക്കിൽ വലിയ തുക മുടക്കിയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഈ വിഹിതം അത് വാങ്ങി ജനങ്ങൾക്ക് വിതരണം ചെയ്തു വരുന്നത്. മുൻകാലങ്ങളിൽ ഓണക്കാലത്ത് 10 രൂപ 90 പൈസ നിരക്കിൽ ആനുകൂല്യങ്ങൾക്ക് നൽകിയിരുന്നെങ്കിലും പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ ഗഡു വിഹിതത്തിലൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ള ഈ ഒരു വലിയ ഇടിവ് കാരണം ആ രീതി തുടർന്ന് കൊണ്ടുപോകാനായിട്ട് സാധിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. എങ്കിലും സാധാരണക്കാർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ തടസ്സപ്പെടാതിരിക്കാനായിട്ട് പ്രത്യേകിച്ചും APL വിഭാഗത്തിൽപ്പെട്ടവർക്ക് മുൻഗണന നൽകിക്കൊണ്ട് സ്പെഷ്യൽ അരി വിഹിതം ലഭ്യമാക്കിയിട്ടുണ്ടെങ്കിലും വരും ദിവസങ്ങളിൽ തന്നെ കാർഡുടമകൾക്ക് റേഷൻ കടകൾ വഴി തന്നെ വാങ്ങാനായിട്ട് ഈ ആനുകൂല്യങ്ങളൊക്കെ തന്നെ സാധിക്കും എന്നതിനാൽ തന്നെ എല്ലാവരും അത് കൃത്യമായി കൈപ്പറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എങ്കിലും സാധാരണക്കാർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ തടസ്സപ്പെടാതിരിക്കാനായിട്ട് പ്രത്യേകിച്ചും APL വിഭാഗത്തിൽപ്പെട്ടവർക്ക് മുൻഗണന നൽകിക്കൊണ്ട് സ്പെഷ്യൽ അരി വിഹിതമൊക്കെ തന്നെ ലഭ്യമാക്കിയിട്ടുണ്ടെന്നും വരും ദിവസങ്ങളിൽ തന്നെ കാർഡുടമകൾക്ക് റേഷൻ കടകൾ വഴി തന്നെ ഇത് വാങ്ങാനായിട്ട് സാധിക്കുമെന്നും സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണ വിഹിതത്തിന് അധികമായിട്ട് പ്രഖ്യാപിച്ച 10 കിലോഗ്രാം ഗുണമേന്മയുള്ള അരി കൈപ്പറ്റാൻ എല്ലാ റേഷൻ കാർഡുടമകളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നടപ്പിലാക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങളാണ് ഇപ്പോൾ നിലവിൽ നടന്നു വരുന്നത്. സാധാരണഗതിയിൽ മാസത്തിൻ്റെ അവസാന ആഴ്ചകളിലാണ് പെൻഷൻ വിതരണം സജീവമാകാറുണ്ടെങ്കിലും ഓണാഘോഷങ്ങൾ പ്രമാണിച്ച് ഓഗസ്റ്റ് മാസം 3-ാം ആഴ്ചയിൽ തന്നെ വിതരണ നടപടികൾക്ക് തുടക്കം കുറിക്കുന്നതാണ്. ഇത്തവണ 4,000 രൂപ ആനുകൂല്യം ലഭിക്കുമെന്ന് ചില ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ തന്നെ പ്രചരിക്കുന്നുണ്ടെങ്കിലും നിലവിൽ 2,000 രൂപ വീതമുള്ള സാധാരണ ആനുകൂല്യം തന്നെയാണ് നമുക്ക് ലഭിക്കുക. മുൻ വർഷങ്ങളിൽ അടുത്ത മാസത്തെ തുക കൂടി അഡ്വാൻസായിട്ട് നൽകി വന്നിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വരുന്ന ഓഗസ്റ്റ് 15-ാം തീയതിയുടെ പെൻഷൻ തുക ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിക്കാനുള്ള സജീവമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോൾ സർക്കാർ നടത്തുന്നുണ്ട്. ഉത്തരവ് വൈകിയാലും കുറഞ്ഞത് ഒരു ഗഡു പെൻഷൻ തുകയെങ്കിലും ഓഗസ്റ്റ് 25-ന് മുൻപായി തന്നെ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് തീർച്ചയായിട്ടും ഉറപ്പായിട്ടും ലഭിക്കുന്നതായിരിക്കും. പ്രവാസി ക്ഷേമനിധി ബോർഡ് അതോടൊപ്പം തന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലേക്ക് തന്നെ ദീർഘകാല കുടിശ്ശികകൾ തീർപ്പാക്കാനുള്ള ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നതിനൊപ്പം തന്നെ ഗുണഭോക്താക്കൾ പ്രാധാന്യത്തോടുകൂടി പൂർത്തിയാക്കേണ്ട ഒന്നാണ് മസ്റ്ററിംഗ് പ്രക്രിയ. ഇപ്പോൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തതുകൊണ്ട് പെൻഷൻ വിതരണം തടസ്സപ്പെടുകയില്ലെങ്കിലും സെപ്റ്റംബർ മാസത്തിന് ശേഷവും മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവരുടെയൊക്കെ തന്നെ ആനുകൂല്യങ്ങൾ തടസ്സപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ ഈ വർഷം മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർ വീണ്ടും അത് ചെയ്യേണ്ടതില്ല. മസ്റ്ററിംഗ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന അക്ഷയ സ്ലിപ്പുകളോ അല്ലെങ്കിൽ മറ്റു രേഖകളോ പഞ്ചായത്ത് ഓഫീസിൽ നേരിട്ട് ഏൽപ്പിക്കേണ്ട ആവശ്യമില്ലെന്ന കാര്യവും പൊതുജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മസ്റ്ററിംഗ് വിജയകരമായിട്ട് പൂർത്തിയാക്കുമ്പോൾ തന്നെ അനുബന്ധ സൈറ്റിൽ പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ പ്രത്യേകിച്ചും ഓട്ടോമാറ്റിക് അപ്ഡേറ്റ്സ് ഒക്കെ തന്നെ ആക്കുന്നതിനാൽ തന്നെ മറ്റ് അധിക നടപടികളുടെ ആവശ്യമില്ല. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാന സ്വർണ്ണവിലയിൽ വീണ്ടും വർധനവ് രേഖപ്പെടുത്തി. ബുധനാഴ്ച ഓഗസ്റ്റ് 12-ാം തീയതി 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 95 രൂപ കൂടി 14,195 രൂപയിലും പവന് 750 രൂപ കൂടി 1,13,560 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത്. സോ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.